വിചാരം ശക്തമായി നടക്കേണ്ട കാലഘട്ടമാണ്. രാജ്യത്തിന്റെ വികസനവും രാജ്യത്തിന്റെ ഭരണഗതിയും ഒക്കെ ഒരു ശരിയായ ദിക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന് അതിന്റെ പൂർണ്ണമായ മഹത്വം പങ്കിടുവാനുള്ള അവസരം രാഷ്ട്രീയ ഭരണപരമായി ഒന്നും സാധ്യമാവുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പല നന്മകളും ഇവിടെ നിന്നൊരു MP ഇല്ലാഞ്ഞിട്ട് പോലും അവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ പാർട്ടിയുടെ കാര്യകർത്താക്കളും ചേർന്ന് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയവർ അവിടെ ചെന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിയാത്മകമായിട്ട് കേരളത്തിലെ ജനതയ്ക്ക്, അത് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരാവാം, ഒരു രാഷ്ട്രീയ കക്ഷിയിലും പെട്ടവരായിരിക്കില്ല, എല്ലാ രാഷ്ട്രീയത്തോടും ദൂരം വയ്ക്കുന്നവരാവാം, എല്ലാ രാഷ്ട്രീയത്തോടും വെറുപ്പുള്ളവരുമായിരിക്കാം. പക്ഷെ അവര് ഈ രാജ്യത്തിന്റെ ജനങ്ങളാണ്. അവരുടെ അവകാശങ്ങൾ നിലനിർത്തി പോകുന്നതിന്, അതിപ്പം സമാധാനം മാത്രമാണ് അവകാശമെന്ന് പറഞ്ഞു നടക്കുന്ന വീരന്മാരാണ് ഏറ്റവും വലിയ അസമാധാനം വിതയ്ക്കാൻ വേണ്ടി ഓരോ വിത്തുകളും വിഷവിത്തുകളുമായിട്ട് നടക്കുന്നത്. അതിനുവേണ്ടി ചില ആൾക്കാര് ഇറക്കുമതിയും ചെയ്യും. അങ്ങനെ ഇറക്കുമതി ചെയ്തും കേരളത്തിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ജനതയുടെ കെൽപ്പുള്ള ഒരാളെ തെരഞ്ഞെടുത്ത് വിടുന്നതിനുള്ള ചിന്ത ഹനിക്കപ്പെടുകയാണ്. ആ ചിന്തയിലേക്ക് ഇലക്ഷനുമായിട്ടോ രാജ്യഭരണവുമായിട്ടോ ആ ഭരണത്തിന് വേണ്ടുന്ന നൈപുണ്യത്തിന്റെ വിലയിരുത്തലോ ഒന്നും ചിന്തിച്ച് സാധ്യമാകാത്ത തരത്തിൽ മനസ്സ് മലിനപ്പെടുത്തി വിഷയങ്ങൾ മുഴുവൻ, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ വിളമ്പി കുത്തിത്തിരിപ്പുണ്ടാക്കുക മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ എല്ലാം ഇലക്ഷൻ പ്രചരണങ്ങൾ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഒരു മുഖ്യമന്ത്രി വന്നു പറയുകയാണ് CAA നടപ്പിലാക്കില്ല. ശരിയാണ്, അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ ഒക്കത്തില്ല, അതിന് ഉള്ള അധികാരം അദ്ദേഹത്തിനില്ല. അപ്പൊ നടപ്പിലാക്കാൻ പറ്റില്ല. അത് നടപ്പിലാക്കാൻ ആണുങ്ങളുണ്ട്, അവർ നടപ്പിലാക്കിയോളും. അത് രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടി. അതൊന്നും ഒളിവിലും മറവിലും നിന്ന് ചെയ്ത കാര്യമല്ല. ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് പാസാക്കിയ കാര്യമാണ്. അത് രാജ്യത്ത് നടപ്പാക്കാൻ അവർക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കെതിരെ ചില വിഷവിത്തുകളെ ഇറക്കുമതി ചെയ്ത് അതിന് ഫോറിൻ ഫണ്ട് വാങ്ങി ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചെന്ന് പതിക്കുന്നത് നിങ്ങളുടെ വോട്ടിംഗ് നിശ്ചയത്തിലേക്കാണ്. വിചാരം മലിനപ്പെടുത്തുക. നിങ്ങളുടെ വോട്ടിംഗ് നിശ്ചയം എന്ന് പറയുന്നത് അവരുടെ വഴിക്കെന്നല്ല, ശരിയായ വഴിക്ക് ഒരിക്കലും നടക്കരുത് എന്ന് പറയുന്ന ഒരു കുതന്ത്രമാണ്. എനിക്കിത്ര പറയാനാണ്. നിങ്ങൾ കഴിഞ്ഞ 5 വർഷം ഒരു MP-യുടെ, അങ്ങനെ ഓരോ, നമ്മളിപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ ലോക്സഭാ മണ്ഡലമാണ് പ്രധാനം. ആ ലോക്സഭാ മണ്ഡലത്തില് നിങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്ന MP-യുടെ ക്രിയാത്മകമായ പ്രവർത്തനം എത്ര? ആള് മാറിയത് കൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് വിട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുണ്ട്. ആ രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രബലമായ ഒരു രാഷ്ട്രീയ കക്ഷിയായിരുന്നു. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന് മുമ്പുള്ള 5 വർഷവും അപ്പൊ മറ്റേ കക്ഷിയുമായി എന്താണ് ക്രിയാത്മകമായി കേന്ദ്രത്തിൽ നിന്ന് 2014 ശേഷം നമ്മൾ കാണുന്ന ലോകം മുഴുവൻ അതിശയിച്ചു നിൽക്കുന്ന ഒരു വികസന പരമ്പരയിൽ എന്ത് സംഭാവനയാണ് ഇവർക്ക് തൃശ്ശൂരിനെ കൊണ്ട് തരുവാൻ സാധിച്ചത്? അവിടെയാണ് ഞാൻ പറയുന്നത്, തൃശ്ശൂരിന്റെ വോട്ട് വിചാരം ഇത്തവണയെങ്കിലും നേരെയാവണം. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ഇഷ്ടത്തിന് അതിന് പിന്തുണ കൊടുത്ത് നിൽക്കാം. വോട്ട് കൊടുക്കുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയായിരിക്കണം, രാജ്യത്തിന് വേണ്ടിയായിരിക്കണം. അപ്പൊ രാജ്യത്തിന്റെ നന്മയ്ക്ക് ആര് വരും, ആര് വരാം, ആര് വരണം, അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ കേരളത്തിൽ നിന്ന്, ഇവിടെ നിന്ന് വേണം എന്നുള്ള നിശ്ചയത്തിലേക്ക് വരാൻ വിചാരം വേണം. അത്രയുള്ളൂ. സ്വന്തം രാഷ്ട്രീയ കക്ഷിയെ നിങ്ങൾ വലിച്ചു കീറുകയോ അല്ലെങ്കിൽ കുത്തിക്കീറുകയോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുകയോ അതിന് വഴിയാധാരമാക്കുകയോ വേണ്ട. അവിടെ തന്നെ ഉറച്ചു നിൽക്കാം. പക്ഷെ വോട്ട് എന്ന് പറയുന്നത് എന്റെ ഭാവി തലമുറയ്ക്കുള്ളതാണ്. എന്റെ വീട്ടില് ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് വേണ്ടിയാണ് ഭാവി. ആ ഭാവിക്ക് വേണ്ടിയാണ് എന്റെ വോട്ടെന്ന് നിശ്ചയിച്ചാൽ കാര്യങ്ങൾ സദ്ഗതിക്ക് വരും. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഇത്തവണയെങ്കിലും
എനിക്ക് ആ അവസരം തരണം. 5 വർഷം കൊണ്ട് തെളിയിക്കാനുള്ള അവസരം തരാനാണ് ഞാൻ അപേക്ഷിക്കുന്നത്. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.